ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ബിഗിനേഴ്സിന് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ഇലാസ്റ്റിക് പാൻറ്റ് എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ പറയുന്ന 30 ഇഞ്ചസ് വേസ്റ്റ് വിഡ്ത്ത് വരുന്ന രീതിയിലാട്ടോ മെഷർമെൻറ്റ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മേളിൽ നിന്ന് ഒരു 2 ഇഞ്ചസ് ഇലാസ്റ്റിക്കിന് വേണ്ടി വിട്ടിട്ട് വേണം നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് വിഡ്ത്ത് എടുക്കുന്നത് 10 ഇഞ്ചസ് ആണ്, പ്ലസ് 1 ഇഞ്ച് സീം എലമെൻസും കൂടെ കൊടുക്കുന്നുണ്ട്. അടുത്തത് ക്രോച്ച് ലെങ്ത് എടുക്കുന്നത് 13 ഇഞ്ചസ് ആണ്. ക്രോച്ച് വിഡ്ത്ത് എടുക്കുന്നത് 11 ഇഞ്ചസ് പ്ലസ് 2 ഇഞ്ചും കൂടെ കൂട്ടി 13 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം കൂടെ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി ക്രോച്ചിൻ്റെ അവിടെ ഒരു 1.5 ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. എനിക്ക് വേണ്ടത് 36 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ചസ് നമ്മൾ എക്സ്ട്രാ സീം എലമെൻറ്റ്സ് എടുക്കുന്നുണ്ട്, താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടോട്ടൽ 38 ഇഞ്ചസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി താഴെ വിഡ്ത്ത് എടുക്കുന്നത് 7 ഇഞ്ചസ് പ്ലസ് 1 ഇഞ്ച് സീം എലമെൻറ്റ്സും കൂടെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി ജസ്റ്റ് ക്രോച്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മളിതുപോലെ ജോയിൻ ചെയ്തെടുത്തു. അങ്ങനെ മാർക്ക് ചെയ്തെടുത്തേൽ കൂടെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ നമുക്കിതുപോലെ 2 പീസസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് 2 സൈഡിൻ്റെ ക്രോച്ചിൻ്റെ ആ വിഡ്ത്ത് വരെ നമുക്കൊന്ന് 2 സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കാണിക്കുന്നിടത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 2 സൈഡും. ഇനി ഈ വീഡിയോ കാണിക്കുന്ന പോലെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ക്ലോത്ത് ഇതുപോലെ എടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട പാൻറ്റിൻ്റെ 2 ലെഗ് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ താഴത്തെ നമ്മൾ 2 ഇഞ്ചസ് നമ്മൾ സീം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു താഴെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആ 2 ഇഞ്ചസിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്താണ് 2 ഇഞ്ചസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ 2 ഇഞ്ചസിൽ നമ്മൾ താഴെയെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ലെഗിൻ്റെയും താഴെ വശം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി വീഡിയോ കാണിക്കുന്ന പോലെ ഒരു വശത്തിൻ്റെ താഴെ നിന്ന് തുടങ്ങി മറ്റേ വശത്തിൻ്റെ താഴെ വരെ നമ്മൾ ഒറ്റ സ്റ്റിച്ചായിട്ട് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യാൻ പോണേ. അങ്ങനെ ഞാൻ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ബെൽറ്റാണ് അടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം ഒരു 1.5 ഇഞ്ചോളം നെക്സ്റ്റ് ഒന്നും കൂടെ മടക്കിയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ബെൽറ്റ് അടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കൊരു 1.5 ഇഞ്ചോളം ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനുള്ളതാണ്. അപ്പോൾ ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെ ഒരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് എങ്ങനെ കയറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ 30 ഇഞ്ചസ് ആണ് വേസ്റ്റ് വിഡ്ത്ത്. അപ്പോൾ അതിൽ നിന്നൊരു 3 ഇഞ്ചസ് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 27 ഇഞ്ചസ് ആണ് ഇലാസ്റ്റിക് ലെങ്ത് എടുക്കുന്നത്. ഇനി ഒരു എൻഡിൽ ഇതുപോലെ പിന്ന് കുത്തി വെച്ചിട്ട് വേണം നമുക്ക് ഇലാസ്റ്റിക് ഇതിലൂടെ കയറ്റിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് രണ്ടും കൂടി ഇതുപോലെ കൊട്ടി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ഇഞ്ചിൽ 2-3 സ്റ്റിച്ചസ് കൊടുക്കണം, കാരണം നമുക്ക് ഇലാസ്റ്റിക് പിന്നെ പൊട്ടിപ്പോകരുത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇലാസ്റ്റിക് കയറ്റിയ ഗ്യാപ്പ് ഉണ്ടല്ലോ അതൊന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ക്ലോസ് ചെയ്യാം. ഇനി ആ ചുരുക്കുകളിൽ ഇതുപോലെ ഈവൻ ആക്കിയിട്ടതിന് ശേഷം നമുക്ക് ആ ഇലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. കാരണം ഇലാസ്റ്റിക് നമ്മൾ ഇടുമ്പോഴൊന്നും മറിഞ്ഞു പോകരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റിച്ച് ആ ഇലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ കൊടുക്കണം. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് നല്ലപോലെ ഇലാസ്റ്റിക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ഇലാസ്റ്റിക് പാനാണ്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് തയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.